പ്ലസ് ടു കഴിഞ്ഞിട്ട് സി ഒക്കെ പോകണോ, ഡിഗ്രി കഴിഞ്ഞിട്ട് സി ഒക്കെ പോകണോ എന്നുള്ളത് സ്വാഭാവികമായിട്ടും കിട്ടുന്ന റിപ്ലൈ ഡിഗ്രിക്ക് പോയിക്കോ. ഡിഗ്രിക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും ഉണ്ടാവില്ല, സി ഉണ്ടാവില്ല. ഞാൻ അതാണ് നിങ്ങളോട് പറഞ്ഞത്. ഞാൻ മല കയറിയപ്പോ പല തവണ ഞാൻ വീട്ടിട്ടുണ്ട്, വീട് അങ്ങേ അറ്റത്തേക്ക് ഞാൻ എത്തി. നിങ്ങൾ ഒരിക്കലും അപ്പുറത്തുള്ള ഒരാളെ വെച്ച് കമ്പയർ ചെയ്യാൻ പോണ്ട. നിങ്ങളുടെ കൂടെ കോഴ്സ് തുടങ്ങിയ ആൾക്കാർ ഫൈനൽ പാസ് ആയിക്കോട്ടെ, നിങ്ങൾ കമ്പയർ ചെയ്യണ്ട. കാരണം എന്താ, നമ്മളെ സിറ്റുവേഷൻ വേറെയാണ്, അവരുടെ സിറ്റുവേഷൻ വേറെയാണ്. വേറൊരു കാര്യം കൂടി കിട്ടോ, ഞാനിപ്പോൾ പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കാനുള്ള കാരണം എന്താ? ഞാൻ സി എക്കാരനായതുകൊണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ നാട്ടിൽ നിന്ന് ആദ്യത്തെ ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് ഞാൻ. എനിക്ക് എവിടെ വരെ എത്താൻ പറ്റി? ബിഗ് ഫോർ വരെ എത്താൻ പറ്റി. എന്റെ പേര് രജമുദ്ദീൻ എന്നാണ്. ഇതിനു മുമ്പ് എന്നെ നിങ്ങൾക്ക് ആരെങ്കിലും അറിയോ? എന്റെ ക്ലാസ്സിൽ ആരെങ്കിലും ഇരുന്നിട്ടുണ്ടോ? യെസ്, ചില ആളുകൾ ഇരുന്നിട്ടുണ്ടോ. അപ്പൊ ഞാൻ എന്നെ പറ്റി കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയണില്ല. ഇനിഷ്യലി എനിക്ക് നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു സെക്ഷൻ കൊണ്ട് നിങ്ങൾക്ക് അതിന്റെ ഏറ്റവും ബെസ്റ്റ് ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമാണ്. എല്ലാവരും റെഡി അല്ലേ? റെഡി അല്ലേ? നിങ്ങൾ എഴുതി അതൊക്കെ വിടുക. നമുക്ക് ഇനി എന്താ അങ്ങോട്ട് ചെയ്യാൻ പറ്റുക, അത് മാത്രം ചിന്തിച്ചാൽ പോരെ. കഴിഞ്ഞത് ഇന്നലത്തെ കാര്യങ്ങൾ തീർന്നു, ഇന്ന് മുതലുള്ള ചിന്തിച്ചു തുടങ്ങിയാൽ മതി. ഓക്കെ, റെഡി അല്ലേ എല്ലാവരും? ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, എവിടെയെങ്കിലും ചാരി ഇരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഒന്ന് ബാക്കൊക്കെ കറക്റ്റ് നിങ്ങളുടെ ചെയറിലേക്ക് ഇരുത്തി രണ്ട് കാലും റിലാക്സ്ഡ് ആയിട്ട് ഒന്ന് ഇരിക്കും. റിലാക്സ്ഡ് ആയിട്ട്, സീരിയസ്, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. റെഡി അല്ലേ എല്ലാവരും? ഓക്കെ, എല്ലാവരും ഡീപ് ബ്രെത്ത് എടുത്ത് ബ്രീത്ത് ഔട്ട്. ഒന്നുകൂടി ബ്രീത്ത് ഔട്ട്. സീരിയസ് ആയിരിക്കണം, ആത്മാർത്ഥമായിരിക്കണം. റെഡി അല്ലേ? നിങ്ങളെല്ലാവരും കണ്ണാണ്. ലിസൺ, നമ്മളൊരു കോമഡി അല്ല പറയുന്നത്, നിങ്ങളെ ശരിക്കും ഞാനൊരു സീരിയസ് ആയിട്ടുള്ള വേൾഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ. ഓക്കെ, നിങ്ങളിപ്പോ ഇരിക്കുന്നത് ഈഗിൾസിലാണ് അല്ലേ? നിങ്ങളൊരു 50 ദിവസത്തിന് ശേഷം ഞാൻ ഈ പറയുന്ന പിക്ചേഴ്സ് നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. ഒരു 50 ഡേയ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്റർമീഡിയറ്റ് എക്സാം എഴുതാൻ പോവാണ്. എക്സാം ഹാളിൽ കയറി ഫസ്റ്റ് എക്സാമിന്റെ പേപ്പർ നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾ എക്സാം എഴുതാൻ തുടങ്ങണം. ഇന്നത്തെ ഡേറ്റ് നിങ്ങൾക്ക് ഓർമ്മയാണ്. ദെൻ എക്സാം കഴിഞ്ഞു, വിട്ടുപോയി. ഇപ്പോൾ നമ്മളുടെ എല്ലാ സബ്ജക്റ്റുകളും എക്സാം കഴിഞ്ഞു. എല്ലാ എക്സാമും കഴിഞ്ഞിട്ട് അവസാനത്തെ എക്സാമിന്റെ അന്ന് എക്സാം ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരും. എക്സാം കഴിഞ്ഞു, വീട്ടിലേക്ക് പോയി, എല്ലാ പരിപാടികളും കഴിഞ്ഞു. നിങ്ങളുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ദിവസമാണ്. ഇന്നാണ് നിങ്ങളുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. നിങ്ങൾ ഉറങ്ങി എണീക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിൽ നല്ല ടെൻഷനാണ്, കാരണം ഇന്ന് റിസൾട്ട് വരികയാണ്. നമ്മുടെ റിസൾട്ട് എന്താവും എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഇന്നത്തെ സിറ്റുവേഷൻ സാധാരണ വരാറുള്ളത്, നമുക്കൊരു മെസ്സേജ് വരും, നമ്മുടെ വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് വരും. നിങ്ങളെല്ലാവരും മെസ്സേജിന്റെ സൗണ്ട് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഓപ്പൺ ചെയ്തു, റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ദെൻ നിങ്ങൾ എന്ത് ചെയ്യും? റിസൾട്ട് നോക്കാൻ വേണ്ടി പോകും. ചില ആളുകൾക്ക് സ്വന്തം റിസൾട്ട് നോക്കാനുള്ള മനസ്സൊക്കെ ഉണ്ടാവില്ല, വീട്ടിലാരെങ്കിലും കാര്യം നോക്കുന്നുണ്ടാവും. റിസൾട്ട് നോക്കും, നിങ്ങളുടെ റോൾ നമ്പർ അടിക്കണം, ക്യാപ്ച അടിക്കണം, സെക്യൂരിറ്റി കോഡ് അടിക്കണം. നിങ്ങൾ സബ്മിറ്റ് അടിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യും. നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കും, എൻ്റെ റിസൾട്ട് പോസിറ്റീവ് ആവണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. സബ്മിറ്റ് അടിച്ചു,
കുറച്ച് കറങ്ങി റിസൾട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു. നിങ്ങളുടെ റിസൾട്ട് എന്താണെന്ന് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ പാസ്സായിട്ടുണ്ട്, ഈ ഗ്രൂപ്പ് ക്ലിയർ ആയിട്ടുണ്ട്. അടുത്ത നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആ ചുറ്റുപാട് നിങ്ങൾ നോക്കും. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾ നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നുണ്ട്. അവരുടെ സ്നേഹം, അവർ നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു, കെട്ടിപ്പിടിക്കുന്നു. നിങ്ങൾ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, ബ്രദേഴ്സ് ഉണ്ട്, ഇവരെല്ലാം നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യണം. അന്നത്തെ ദിവസം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദിവസമായിരുന്നു. ഒരുപാട് പേര് നിങ്ങൾ വിളിക്കുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിളിക്കുന്നു, നിങ്ങളെല്ലാവരും ഹാപ്പിയാണ്. നിങ്ങൾ സെക്കൻഡ് ഗ്രൂപ്പും ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും ക്ലിയർ ആയി കഴിയും. നിങ്ങളിപ്പോൾ ഇന്റർ ക്വാളിഫൈഡ് ആണ്. ദെൻ നിങ്ങൾ അന്നത്തെ ദിവസം വളരെ ടയർഡായിട്ടാണ് കടന്നുറങ്ങുന്നത്. നെക്സ്റ്റ് ഡേ നിങ്ങൾ ഉറങ്ങി, നെക്സ്റ്റ് ഡേ നിങ്ങൾ എണീക്കാണ്. എണീക്കുമ്പോൾ നിങ്ങളുടെ റൂമിൽ ആരുമില്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായിട്ടും നമ്മൾ ആർട്ടിഫിഷ്യലിനെ എവിടെ ജോയിൻ ചെയ്യണം നോക്കും. നല്ലൊരു ഫോം നമ്മൾ കണ്ടെത്തുന്നു, ആർട്ടിഫിഷ്യലിന് ജോയിൻ ചെയ്യും. നമ്മളെ ഇയേഴ്സ് പെട്ടെന്ന് തീർന്നു പോകണം. ആർട്ടിഫിഷ്യലിന് ജോയിൻ ചെയ്യുന്നു. നമ്മൾ ഫൈനലിൻ്റെ വേണ്ടിയിട്ടുള്ള അഡ്വാൻസ്ഡ് ITT ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ബിസിയാണ്. നമ്മൾ അതിൻ്റെ ഇടയിൽ ഫൈനലിൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു, പഠിക്കുന്നു. ഒരു 2 ഇയർ കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് ഫൈനൽ എക്സാം എഴുതണം എന്നുള്ള ഒരു വിശ്വാസം വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ദെൻ 2 വർഷം കഴിഞ്ഞ് ഫൈനൽ നന്നായിട്ട് നിങ്ങൾ പഠിച്ചു, നിങ്ങൾ എക്സാം എഴുതി. ദെൻ അഗെയിൻ നിങ്ങളുടെ ഫൈനലിൻ്റെ റിസൾട്ടിൻ്റെ ഡേ ആണ്. ഏത് ഡേറ്റ് ആണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അന്നും ഇതേപോലെ നിങ്ങളുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് വന്നു, റിസൾട്ട് അനൗൺസ്ഡ് ആണ്. നിങ്ങൾ വീണ്ടും റിസൾട്ട് നോക്കുകയാണ്. നിങ്ങളല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്കിയുള്ള ആളുകൾ എടുത്ത് നോക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ നോക്കാം പാസ് ആണോ. നാം ഓരോരുത്തരും പാസ്സായിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് നിങ്ങളുടെ മൈൻഡിലേക്ക് ഒന്ന് കൊണ്ടുവരണം. നിങ്ങൾ ഒരു ജേർണി തുടങ്ങിയിട്ട് നിങ്ങൾ CA ക്വാളിഫൈഡ് ആയിരിക്കണം. ഈ ഒരു മൊമെന്റിൽ നിങ്ങളുടെ ചുറ്റും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളുണ്ട്, നിങ്ങൾക്ക് വേണ്ട അപ്രീസിയേഷൻ വീണ്ടും കിട്ടുന്നുണ്ട്. എല്ലാവരും വിളിച്ച് അനുമോദിക്കുന്നു. നിങ്ങളുടെ CA ആയിട്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർ. ദെൻ അന്നത്തെ ദിവസം ഭയങ്കര ജോയ്ഫുൾ ആയിട്ടുള്ള ഡേ ആയിരുന്നു. അന്നും രാത്രി വളരെ ക്ഷീണിച്ച് നിങ്ങൾ കിടന്നുറങ്ങുന്നു. ദെൻ രാവിലെ നിങ്ങൾ ഉറക്കം ഉണരുകയാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും ചിന്തിക്കണം. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ചിന്തിക്കണം. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ കണ്ണു പതിയെ തുറക്കണം. ലിസൺ. ഞാനിവിടെ മെയിനായിട്ട് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിച്ചത്, നിങ്ങൾ ഗോത്യം ചെയ്യാൻ പോകുന്ന, നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇതെല്ലാം, അല്ലേ? ഞാൻ നിങ്ങളോട് ഫസ്റ്റ് നിങ്ങളുടെ ബോത്ത് ഗ്രൂപ്പ് റിസൾട്ട് ഇന്റർമീഡിയറ്റ് വരുന്നത് പറഞ്ഞു, ഇല്ലേ? ആർക്കെങ്കിലും ഏത് മന്തിലാണത് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നുണ്ടോ? കാണാൻ കഴിയുന്നുണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലായിക്കോളൂ, നിങ്ങൾ ഡ്രീം ചെയ്യുന്നത് തെറ്റാണ്. നിങ്ങളുടെ ഡ്രീമിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല. നിങ്ങൾ ഫൈനൽ എക്സാം പാസ്സായി, ഏത് ഇയറിലാണ് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? 2027 ആരെങ്കിലും ഇയറിനെ പറ്റി ചിന്തിച്ചോ? ആരെങ്കിലും നിങ്ങളുടെ മൈൻഡിലേക്ക് ഏത് ഇയർ ആണെന്ന് വന്നോ? വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ഡ്രീം സ്പെസിഫിക് അല്ല. നിങ്ങൾ എന്താ ചെയ്തിട്ടുള്ളൂ? CA ആവണം, അത്രയല്ലേ ഉള്ളൂ. എന്നാവണം അറിയോ?
അറിയോ ആർക്കെങ്കിലും? ഇല്ല. നമ്മുടെ ഡ്രീം എപ്പോഴും സ്പെസിഫിക് ആയിരിക്കണം. അപ്പൊ മാത്രമേ ആ ഡ്രീം നമ്മളെ ഉറക്കം കെടുത്തുള്ളൂ, അല്ലേ? ഇല്ലെങ്കിൽ ഇന്ന് പാസ്സായാല് നാളെ പാസ്സാവും, നാളെ പാസ്സായാല് അടുത്ത അറ്റംപ്റ്റ് പാസ്സാവും. ദെൻ നിങ്ങളെ ചുറ്റുപാടുള്ള ആൾക്കാർ, നിങ്ങൾ എത്ര പേരെ നിങ്ങളെ ചുറ്റുപാടിൽ നിങ്ങൾ കണ്ടു? മാറ്റർ ചെയ്യുന്ന കാര്യമാണ് അവരുടെ ഹാപ്പിനെസ്, മാറ്റർ ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾ ഇതിവിടെ ഒരു തവണ ലൈഫിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങളിത് നിങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഓർത്തോളൂ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈ ഒരു കോഴ്സിലേക്ക് എന്നല്ല, നിങ്ങളുടെ ഡ്രീമിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല. നിങ്ങളൊരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഡെയിലി എല്ലാ ദിവസവും ഇത് കീപ് ഓൺ റിപ്പീറ്റിംഗ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇന്ന് നിങ്ങൾ പോയി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് സമയം പറയാം, 5 മിനിറ്റ് സമയം പറയാം, സ്വപ്നം കാണാം, കണ്ണടച്ചിട്ട് അതിലൂടെ നിങ്ങൾ ഉറക്കത്തിലേക്ക് പോയിക്കൊള്ളൂ. ഓരോ തവണ നിങ്ങൾ സ്വപ്നം കാണുമ്പോഴും നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് വരും. എന്ന് വെച്ചാൽ എന്ന് ഇന്റർ പാസ്സാവണം. ഇപ്പൊ നിങ്ങൾ ഇന്റർ പാസ്സാവാന്ന് മാത്രമേ കണ്ടുള്ളൂ, എന്ന് പാസ്സാവണം, എന്ന് ഫൈനല് പാസ്സാവണം. നമ്മൾ സ്പെസിഫിക് ആയിട്ട് വരും. അങ്ങനെ ഡ്രീം ചെയ്യാൻ നിങ്ങൾക്ക് ഓരോരുത്തർ കഴിയോ? എല്ലാവരോടും ഞാൻ ചോദിക്കണേ, കഴിയോ? അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈഫിൽ ചേഞ്ചസ് വരും മക്കളെ. ചേഞ്ചസ് നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും ലൈഫിൽ. ഇനി നിങ്ങളോട് ഞാൻ ലാസ്റ്റ് എൻഡ് ചെയ്തത് എന്തായിരുന്നു? നിങ്ങളുടെ ഫൈനലിന്റെ റിസൾട്ട് വന്നതിന് ശേഷം ഇനി എന്താണ് ഉണ്ടായിരുന്നത് നിങ്ങളുടെ മൈൻഡില്? ഒട്ടുമിക്ക ആളുകളുടെ മൈൻഡും ബ്ലാങ്ക് ആയിരിക്കും. ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത ഒരാളാണ് ഞാൻ. എന്റെ ഡ്രീം CA ഫൈനൽ പാസ്സാവാൻ, ഒരു CA ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാന്നായിരുന്നു എന്റെ ഡ്രീം. ഞാൻ പാസ്സായി. ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, ഒരുപാട്. എന്റെ ലൈഫിന്റെ ഏത് എക്സ്റ്റെന്റ് വരെ സ്ട്രഗിൾ പോകാൻ പറ്റുമോ ആ എക്സ്റ്റെന്റ് വരെ ഞാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് ഞാൻ CA പാസ്സായി. ആദ്യത്തെ ഒരു 1 വീക്ക് എനിക്ക് എന്റെ നാട്ടിലെ ആദ്യത്തെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഞാൻ. എന്റെ നാട് ഒറ്റത്തറയാണ്. ഒറ്റത്തറയിലെ ആദ്യത്തെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് ഞാൻ. അതിലേക്ക് പിന്നീട് വരാം. ഫസ്റ്റ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഞാൻ പാസ്സായി. ആദ്യത്തെ ഒരാഴ്ച നാട്ടുകാരുടെ അനുമോദനങ്ങളും ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിരുന്നു. വാട്ട് ഈസ് നെക്സ്റ്റ് എനിക്കറിയില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഒരു കുറെ ദൂരം ഒരു മല എങ്ങനെ കാണാം, എനിക്ക് ആ മല കയറാൻ തുടങ്ങി. മലയിലേക്ക് ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചപ്പോഴാണ് ഇറ്റ് ഈസ് നോട്ട് സോ ഈസി. ഭയങ്കര ഹാർഡാണ്. വലിയ വലിയ പാറകളുണ്ട്. ആ പാറകൾ കയറാൻ എനിക്ക് എന്ത് ചെയ്യണം? അത് കയറാൻ പഠിക്കണം. എനിക്ക് ഇതുവരെ എന്നെ ആരും പഠിപ്പിക്കാത്ത പലതും ഞാൻ സ്വയം പഠിച്ചിട്ട് വേണം ഞാൻ ആ മല കയറാൻ. ഞാൻ കയറി. പല തവണ ഞാൻ വീണു എന്ന് വെച്ചാൽ നന്നായിട്ട് വീണു. 1 തവണയല്ല, 2 തവണയല്ല, 3 തവണയല്ല, പല തവണ ഞാൻ വീണു. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ എന്ത് ചെയ്തു? കയറി ഞാൻ ടോപ്പിലെത്തി. അന്ന് എന്തായിരുന്നു അറിയോ? അന്ന് നല്ല കാർമേഘങ്ങളുള്ള ദിവസമായി. ഞാൻ ടോപ്പിലെത്തിയ ദിവസം പതിയെ ആ കാർമേഘങ്ങളൊക്കെ മാഞ്ഞു തുടങ്ങിയപ്പോൾ പിന്നീട് ഞാൻ കണ്ടത് ഒരു വിശാലമായ മരുഭൂമിയായിരുന്നു. എന്ന് വെച്ചാൽ സ്വപ്നങ്ങളൊന്നുമില്ലാത്ത, ഡ്രീംസ് ഒന്നുമില്ലാത്ത ഒരു വിശാലമായ മരുഭൂമി. അവിടുന്ന് ഞാൻ എന്ത് വേണം? ഇനി ഞാൻ എവിടേക്ക് പോവണം എന്ന് ഞാൻ എന്ത് ചെയ്യണം? തീരുമാനിക്കണം. ഇതേ ഒരു അവസ്ഥയിൽ നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോ ഇന്റർമീഡിയറ്റ് പാസ്സായപ്പോ. പക്ഷെ നെക്സ്റ്റ് ഡേ നിങ്ങൾ എന്താ ചെയ്ത്? ആർട്ടിക്കിൾഷിപ്പിനുള്ള ഏത് ഫോമാ വേണ്ടത് കണ്ടെത്തി വെച്ചു, പോയി നോക്കി, ഫൈനലിന് വേണ്ട പ്രിപ്പറേഷൻസ് തുടങ്ങി, ഇല്ലേ? പക്ഷെ ഫൈനൽ പാസ്സായി കഴിഞ്ഞപ്പോ കഴിയുണ്ടോ? എനിക്ക് കഴിഞ്ഞിട്ടില്ല. എഗെയിൻ ഞാൻ ഈ ഡ്രീമിന്റെ ബിൽഡിംഗ് പ്രോസസ്സ് വീണ്ടും നടത്തേണ്ടി വന്നു. എന്ത് വേണം? പ്രാക്ടീസ് വേണോ? ഞാൻ ഏറ്റവും കൂടുതൽ പാഷനേറ്റ് ആയിട്ട് കാണുന്ന ടീച്ചിങ് വേണോ? അതല്ല ഒരു കോർപ്പറേറ്റ് ജോലി നേടണോ? എന്തു വേണം? ലൈഫിലെ ബിഗ് ഡിസിഷൻ ആണ്. ഞാൻ എവിടെ എത്തി? ഫൗണ്ടേഷൻ ലെവലിലെത്തി. എത്തില്ലേ? എന്നിട്ട് വേണം ഞാൻ സെറ്റ് ചെയ്യണം ഇനി നെക്സ്റ്റ് എന്താന്നുള്ളത്.
അപ്പൊ ഞാൻ എന്റെ സ്റ്റുഡൻസിനോട് ഏത് ക്ലാസ്സിൽ പോയാലും ഫസ്റ്റ് ഡേ, എന്റെ ക്ലാസ്സിൽ ഇരുന്ന ചില ആളുകളുണ്ടാവും, ഫസ്റ്റ് ഡേ ഞാൻ അവരോട് കുറച്ച് അഡ്വൈസ് കൊടുക്കാറുണ്ട്. ഫസ്റ്റ് ഡേയിൽ ഞാൻ പറയണ കാര്യം ഇത്ര ഡീപ്പായിട്ടൊന്നും പോകാറില്ല. ബട്ട് നിങ്ങൾ പരാജയപ്പെട്ടു വന്ന ആൾക്കാരാണ് പല ആളുകളും, അല്ലെ? നിങ്ങളോടാണ് എനിക്ക് ഇത് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, പിന്നെ ഞാന് ആഴ്ചകളോളം ഇരുന്നിട്ടാണ് എനിക്ക് ഇനി എന്ത് വേണമെന്ന് ഞാൻ കണ്ടെത്തിയത്. എന്നാൽ നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റും. എവിടെ നിങ്ങൾക്ക് എത്തിച്ചേരണം എന്നുള്ളത്, അതൊരു CA ആവുക എന്നുള്ള ചെറിയ ഡ്രീമിൽ ഒതുക്കരുത്. നിങ്ങളായോ ഒരാൾ ഒതുക്കരുത്. നിങ്ങൾ ഡ്രീം ചെയ്യണം. എവിടെ ഡ്രീം ചെയ്യണം? നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ CEO പോസ്റ്റിൽ എത്തിച്ചേരണം. ഞാൻ ചുമ്മാ പറയില്ല. ഡ്രീം കാണാൻ വേണ്ടിയിട്ട്, ഡ്രീം ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും പൈസ കൊടുക്കണോ? ആർക്കെങ്കിലും പൈസ കൊടുക്കണോ? ഒരാൾ ഡ്രീം ചെയ്യാതെ അവിടേക്ക് എത്തിച്ചേരോ? ആരെങ്കിലും എത്തിച്ചേരോ? ഇല്ല. സ്വപ്നം കണ്ട് തുടങ്ങിയ ആളുകൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. സ്വപ്നം കാണാത്ത ആരെങ്കിലും വിജയിച്ചിട്ടുണ്ടോ? നിങ്ങൾ CA ആവാൻ ആഗ്രഹിക്കാതെ നിങ്ങൾ CA ആവോ? ഇല്ല. അപ്പൊ നിങ്ങളുടെ സ്വപ്നം എന്ന് പറഞ്ഞാല് എപ്പോഴും ഒരു പടി മുന്നിലിരിക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ എന്നാണോ പാസ്സാവണത്, പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള പണികൾ അവിടെ ഉണ്ടായിരിക്കണം. നിങ്ങൾ ഓരോരുത്തർക്കും ചെയ്യാനുള്ള പണികൾ നിങ്ങൾ ഇന്നത്തെ ഡ്രീമില്, അതല്ലെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ഡ്രീമില് അതും കൂടി നിങ്ങൾ കൺസിഡർ ചെയ്തിരിക്കണം. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കണം എന്ത്? നിങ്ങളുടെ ഡ്രീമിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കണം എന്ത്? CA പാസ്സാവുക എന്നുള്ളത്. അപ്പൊ പിന്നെ CA പാസ്സാവാൻ ബുദ്ധിമുട്ടുണ്ടാവോ? ഇല്ല. നിങ്ങൾ ഓരോരുത്തർക്കും പാസ്സാവാൻ കഴിയും, ഓരോരുത്തർക്കും. പക്ഷെ ഇത് നിങ്ങൾ ഡ്രീം ചെയ്ത് നിങ്ങൾ അതിലേക്ക് എത്തിച്ചേരും. നിങ്ങൾ പഠിക്കാൻ മടിയില്ലേ? ഇല്ലേ? പഠിക്കാൻ മടിയില്ലേ? നിങ്ങൾക്ക് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കുമ്പോഴേക്ക് ക്ഷീണിച്ചു. ഇനി ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. ബ്രേക്ക് എടുത്തിട്ട് പഠിക്കാം തോന്നാറില്ലേ? ഉണ്ട്. എന്നാൽ നിങ്ങൾ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കണ നേരത്തെ നിങ്ങൾക്ക് തോന്നുകയാണ് ഈ 5 മിനിറ്റ് എനിക്ക് വേസ്റ്റ് ആവാണല്ലോ, ഇത് ഞാൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് എക്സാമിന് ഉപയോഗിക്കാൻ പറ്റും എന്ന് തോന്നാൻ നിങ്ങൾക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഹാർഡാണ്. ആ ലെവലിലേക്ക് നിങ്ങൾ എത്താന്ന് പറഞ്ഞാൽ വളരെ 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 ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനാണ്. പക്ഷെ നിങ്ങൾക്ക് എത്താൻ പറ്റും. ഞാൻ എത്തിയിട്ടുണ്ട്. എന്റെ ഫൈനലിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ബാത്റൂമിൽ പോകും, ഇല്ലേ? ബാത്റൂമിൽ പോകും. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ബാത്റൂമിൽ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ചിന്തിക്കും. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ ബാത്റൂമിൽ പോയ സമയം 15 മിനിറ്റ് കൊണ്ട് എനിക്ക് പഠിച്ചൂടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എഴുതിയ ഷോർട്ട് നോട്ട് എടുത്ത് ബാത്റൂമിൽ പോയി പഠിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷെ ഇതൊരു ദിവസം കൊണ്ട് പോസിബിൾ അല്ല. ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. എന്റെ അടുത്ത് അതിനുള്ള എവിഡൻസസ് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് ഒരു ദിവസം കൊണ്ട് പോസിബിൾ അല്ല. ഫസ്റ്റ് ഡേ നിങ്ങൾക്ക് 1 മണിക്കൂറേ പഠിക്കാൻ കഴിയുള്ളൂ. 1 മണിക്കൂറേ പഠിക്കാൻ പറ്റുള്ളൂ. അത് നെക്സ്റ്റ് ഡേ എത്ര ആക്കണം? 1.5 മണിക്കൂർ ആക്കണം. ദെൻ അത് എവിടേക്ക് എത്തിക്കണം? 2 മണിക്കൂറിലേക്ക് എത്തിക്കണം, 3 മണിക്കൂറിലേക്ക് എത്തിക്കണം. ഇത് നിങ്ങൾ കീപ് ഓൺ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ഇംപ്രൂവ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ എക്സാം അടുക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് പഠനമല്ലാത്ത മറ്റെന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ, നിങ്ങൾ ഇപ്പൊ പഠനമല്ലാത്ത മറ്റെന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ തോന്നുന്ന കാര്യം ഉണ്ടല്ലോ, ഇപ്പൊ പഠിക്കുമ്പോൾ തോന്നുന്ന കാര്യം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് തോന്നും. പഠനമല്ലാത്ത മറ്റെന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും. ആ ലെവലിക്ക് നമ്മളെ ട്രെയിൻ ചെയ്ത് നമുക്ക് എത്തിക്കാൻ പറ്റും. വേറെ ആരെങ്കിലും എത്തിക്കോളൂ? നമ്മളെ ആരെങ്കിലും എത്തിക്കോളൂ? ഇല്ല. എന്താ ഈഗിൾസിന് നിങ്ങൾക്ക് തരാൻ പറ്റാം? ഈഗിൾസിന് നിങ്ങൾക്ക് എന്താ തരാൻ പറ്റാം? ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ട എൻവിയോൺമെന്റ് സെറ്റ് ചെയ്യാൻ പറ്റും, ഇല്ലേ? ഇതെല്ലാം നിങ്ങൾക്ക് റെഡിയാണ്. ഇനി നിങ്ങൾക്ക് എന്താ ചെയ്യാനുള്ളൂ? നിങ്ങളെ പാർട്ട് മാത്രമേ ചെയ്യാനുള്ളൂ. നിങ്ങൾ ചെയ്ത് ഇത്രയും കാലം നിങ്ങൾ ചെയ്തോ? ഇന്ന്
ഈ ഈ ഒരു മൊമെന്റ് മുതൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇതുവരെ ചെയ്തോ ഇല്ല എന്നുള്ളത് റെലവെന്റ് അല്ല. ഇന്നത്തോടു കൂടി റെലവെന്റ് ആണോ? പണ്ട് ധോണിയുടെ ഇന്റർവ്യൂവിൽ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇത്ര കൂളായിട്ട് നിൽക്കണമെന്ന് ചോദിച്ചു. നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കേട്ടോ ഇല്ലേ? നിങ്ങൾ ഒരു മാച്ചിന്റെ അവസാന ഓവർ വരുമ്പോഴും നിങ്ങൾ ഇത്ര കൂളായിട്ട് എങ്ങനെയാണ് നിൽക്കുക എന്നുള്ളത് ധോണിയോട് ചോദിച്ചു. അപ്പൊ ധോണി എന്താ പറഞ്ഞത്? ഐ എം ഓൺലി തിങ്കിങ് അബൌട്ട് കൺട്രോളബിൾ തിങ്സ്. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യത്തെ പറ്റി മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അതിലെന്തെങ്കിലും മാറ്റം വരുത്തിയെങ്കിൽ മാത്രമേ എനിക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ കൺട്രോൾ ഇല്ലാത്തൊരു കാര്യത്തെ പറ്റി നിങ്ങൾക്ക് ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോ ഇന്റർമീഡിയറ്റ് 2 ഗ്രൂപ്പ് അറ്റൻഡ് ചെയ്ത് പൊട്ടിയിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ. എനിക്ക് വേർഡ് ഉപയോഗിക്കുന്നത് ക്ഷമിക്കണം. നിങ്ങൾ ഫെയിൽ ആയിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ. അത് ഇനി നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ആ ഒരു ഇയറിലേക്ക് പോയിട്ട് അത് തിരുത്താൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. വിട്ട് കളയാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെക്സ്റ്റ് അറ്റംപ്റ്റ്. ആ നെക്സ്റ്റ് അറ്റംപ്റ്റിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഈ മൊമെന്റ് മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങണം. വേണ്ടേ? യെസ്, അതിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരേണ്ടത്. അപ്പോൾ ഞാനിവിടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ, ഞാൻ എന്റെ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുള്ള ആ ഒരു പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അവിടെ എത്തിയിട്ടേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അവിടെ എത്തുമ്പോൾ ഞാൻ ഫേസ് ചെയ്ത അവസ്ഥയിലൂടെ നിങ്ങൾ ആരും പോവരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു എക്സസൈസ് നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചത്. നിങ്ങൾ ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉണ്ടാവൂലേ? എല്ലാവരും ഉണ്ടാവൂലേ? മറ്റൊരാളെയും കാണിക്കണ്ട. നിങ്ങൾ ഉറങ്ങുമ്പോ കണ്ണടക്കാം. പല ആളുകളോട് ഇമോഷണൽ ആയിട്ടുണ്ട്, എനിക്കറിയാം. അത് കണ്ടപ്പോൾ ഞാൻ ഇമോഷണൽ ആയിട്ടുണ്ട്, എനിക്കറിയാം. പക്ഷെ ഇത് ഇവിടുന്ന് ഇറങ്ങോളെ ഉണ്ടാവുള്ളൂ. ഈ ഇമോഷൻസും ഈ ഒരു ഫീലിങ്സും ഒക്കെ ഇവിടുന്ന് ഇറങ്ങോളെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളായിട്ട് മാറും. അതിനെ ചേഞ്ച് ചെയ്യാൻ കഴിയണം നമ്മൾ ഓരോരുത്തരും. തുടങ്ങൂലേ എല്ലാവരും? യെസ്, നിങ്ങൾ ഓരോരുത്തരും തുടങ്ങണം. ഞാൻ നിങ്ങളോട് നാളെ മുതൽ ഭയങ്കര പഠിത്തം പഠിക്കാനല്ല കേട്ടോ പറഞ്ഞിട്ടുള്ളത്. എന്തേ പറഞ്ഞിട്ടുള്ളൂ? ഇന്ന് 5 മണിക്കൂർ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് നാളത്തേക്ക് എന്ത് ചെയ്യുക? അല്ലെങ്കിൽ ഇന്നലെ 1 മണിക്കൂറെ പഠിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അത് എത്രയാക്കാം? 1.5 മണിക്കൂറാക്കാം. അപ്പൊ നമ്മൾ ഇന്നലെ എത്ര പഠിച്ചു എന്ന് എങ്ങനെ അറിയാം? നമ്മൾ എടുത്തൊരു ട്രാക്ക് വേണം. വേണ്ടേ? നിങ്ങൾ ആരെയും ട്രാക്ക് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ എത്ര മണിക്കൂറാണ് ഒരു ദിവസം പഠിക്കണം എന്നുള്ളത് നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഞാനൊരു കാര്യം കാണിച്ചത്, എന്റെ റൂമിൽ ഇന്ന് വന്നവരെ ഫോട്ടോ എടുത്തിട്ടുള്ളതാണ്. July 5th is my last attempt. ബട്ട് അവിടെ ഞാൻ ഗ്രീൻ ലെറ്ററിൽ ഒരു സാധനം എഴുതിയിട്ടുണ്ട്, ഫെയിൽ. ഇത് 2021 ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് എഴുതി വെച്ചതിന് ശേഷം ഞാൻ പഠിച്ചു നിങ്ങൾക്ക് കാണണം. ആദ്യത്തെ ദിവസം എന്നല്ല, ആ ഒരു അറ്റംപ്റ്റുകൾ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 മണിക്കൂർ ആ ദിവസം എനിക്ക് പഠിക്കാൻ പറ്റിയാണ്. എനിക്ക് മാർക്ക് കൊടുത്തു. ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തു. ഇത് നോക്കാൻ എൻ്റെ അടുത്ത് മെന്ററൊന്നുമില്ല. എവിടുന്നാ പഠിക്കണത്? വീട്ടിലിരുന്നിട്ട്. എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ വേറെ ആരുമില്ല. ആരേ ഉള്ളൂ? ഞാനേ ഉള്ളൂ. ഞാൻ അന്ന് പറഞ്ഞു ഗുഡ്. നെക്സ്റ്റ് ഡേ ശ്രദ്ധിക്കാം, 12-ാം തീയതി 13-ാം തീയതി എത്ര മണിക്കൂർ എനിക്ക് പറ്റിയിട്ടുള്ളൂ? 4.5 മണിക്കൂറേ പറ്റിയിട്ടുള്ളൂ. ഭയങ്കര ബാഡാണ് അല്ലേ? ആരോടാ പറഞ്ഞേ? ഞാൻ എന്നോട് പറഞ്ഞു ബാഡാണെന്ന്. ദെൻ 7 hours. പക്ഷെ 10 മണിക്കൂർ അടിച്ചപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു? അടിപൊളി. ദെൻ 6.3. ഇവിടെ 4 മണിക്കൂർ. വെരി വെരി ബാഡ് അല്ലേ? 4 മണിക്കൂർ എനിക്കൊന്ന് പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ. ദെൻ 9 മണിക്കൂർ, 5 മണിക്കൂർ. ഈ ഒരു അറ്റംപ്റ്റിൽ ഞാൻ പാസ്സായില്ല, ഫെയിൽ ആയി ചെയ്തിട്ടുള്ളൂ.
ഇനി വേറൊരു കാര്യം കാണിച്ചുതരാം. ഞാൻ പാസ്സായ അറ്റംപ്റ്റ് ആണെന്ന് തോന്നുന്നു. ഇത് ഞാൻ പാസ്സായ സമയത്ത് ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സായ സമയത്ത് പഠിക്കുന്ന സമയമാണ്. ശ്രദ്ധിക്കണം, മെന്റേഴ്സ് ഇല്ല. ആര് മാത്രമേ ഉള്ളൂ? ഞാൻ മാത്രമേ ഉള്ളൂ. എവിടെ ഇരുന്നിട്ടാ പഠിക്കണേ? എൻ്റെ റൂമിൽ ഇരുന്നിട്ടാ പഠിക്കണം. അപ്പുറത്താരുണ്ട്? വിളിക്കാൻ ഉമ്മയുണ്ട്. ഇപ്പുറത്താരുണ്ട്? പുറത്ത്. ഞാൻ കളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ്, ഫുട്ബോൾ കളിക്കാൻ. ഇപ്പോഴും വൈകുന്നേരം സമയം കിട്ടിയാൽ നോമ്പാണെങ്കിൽ പോയി ഫുട്ബോൾ കളിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പുറത്ത് കളിക്കാൻ ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ പഠിച്ചു എത്ര മണിക്കൂർ ആ സമയങ്ങൾ എഴുതി വെച്ച് നോക്കണം ഏത് കളറിലാണെന്ന്. ഏത് കളറിലാണ്? ഗ്രീൻ കളറിലാണ് എഴുതി വെച്ചത്. നേരെ കുറച്ച് 10 മണിക്കൂർ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അന്നൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു. അന്ന് എനിക്കൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു. എന്നെ കുറച്ച് സമയം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആരാ ട്രാക്ക് ചെയ്യുന്നത്? ഞാനാണ് ട്രാക്ക് ചെയ്യുന്നത്. ആർക്ക് വേണ്ടിയിട്ടാ? എനിക്ക് വേണ്ടിയിട്ട്. എന്തിനാണ് ഞാൻ ഈ ട്രാക്ക് ചെയ്യണത്? നാളെ ശ്രദ്ധിക്കാം, ഈ ഒരു സാധനം ഞാൻ എൻ്റെ റൂമിൽ കാണുമ്പോ ശ്രദ്ധിക്ക, ഇത് മുഴുവനും ഈ ഒരു സാധനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എത്ര ദിവസം വേണം? ഈ ഒരു സാധനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എത്ര ദിവസം വേണം? 9 ദിവസം വേണം. ഈ ഒരു സാധനത്തിൽ ഇങ്ങനെ എഴുതാന്നുണ്ടെങ്കിൽ ഒരു ദിവസം കുത്തിറക്കാണ് 12.10 കൊണ്ട് എഴുതുന്ന സാധനമല്ല. 9 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നാൽ മാത്രം എഴുതാൻ പറ്റുന്ന സാധനം അല്ലേ? ഒരു ദിവസം 12, 12, 12, 10, 12, 30, 12, 12, then 10 മണിക്കൂറായപ്പോ ഞാൻ തന്നെ എന്നെ ഇവാലുവേറ്റ് ചെയ്തു. നീ പോരാ. റെഡ് കളറിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആരെങ്കിലും വരുമോ? ഒരാളും വരില്ല. നീ വേണമെങ്കിൽ നീ വേണോ? വേറെ സാധനം കാണിച്ചാൽ എന്താ? പ്ലീസ് ഫിനിഷ് ദിസ്. നിങ്ങൾ അതിന്റെ ഹാൻഡ് റൈറ്റിങ്ങോ സ്പെല്ലിങ്ങോ ഒന്നും നോക്കാൻ നിൽക്കണ്ട. ഇതെന്റെ ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള സാധനം. എന്താ പറഞ്ഞത്? പ്ലീസ് ഫിനിഷ് ദിസ് അൺസെർട്ടനിറ്റി. ഈ അനിശ്ചിതത്വം തീർക്ക്. ഞാൻ ആരോടാ പറയണേ? എന്നോട്. എന്താ പറഞ്ഞത്? ബിക്കം ഫ്രീ ആൻഡ് ഡു അതർ തിങ്. ഇഫ് യു do other things, then അടുത്ത എഴുതി വെച്ചാൽ if you waste this time you need to give another 6 months. If you waste this time you need to give another 6 months. ഇത് ആരോട് പറയണം? എന്നോട് പറയാൻ അവിടെ ആളില്ല. ഞാൻ എഴുതി വെച്ചതാ. എഴുതിയോട് ഒട്ടിച്ചു വെച്ചു. നജമുദ്ദീനെ, ഈ അൺസെർട്ടനിറ്റി നീ തീർത്തോ. എന്നിട്ട് നീ ഫ്രീ ആയിക്കോ. എന്നിട്ട് മറ്റു കാര്യങ്ങൾ ചെയ്തോ. ഇല്ലെങ്കിൽ അതിന്റെ 6 മാസത്തെയും നശിച്ചു പോകും. ഇനിയും ഉണ്ട്. എൻജോയ് നൗ, റിഗ്രറ്റ് ലേറ്റർ. വർക്ക് ഹാർഡ് നൗ, എൻജോയ് റെസ്റ്റ് ഓഫ് ലൈഫ്. വർക്ക് ഹാർഡ് നജമുദ്ദീൻ. എന്ത് വേണം? ഒന്നിങ്ങനെ നിനക്ക് ഇപ്പൊ എൻജോയ് ചെയ്യാം, എന്നിട്ട് പിന്നീട് റിഗ്രറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പൊ ഹാർഡ് വർക്ക് ചെയ്തിട്ട് റെസ്റ്റ് ഓഫ് ദ ലൈഫ്, ബാക്കിയുള്ള മുഴുവൻ ജീവിതവും എൻജോയ് ചെയ്യാം. നിനക്ക് ഏത് വേണം? എഴുതി വെച്ചിട്ടുണ്ട്. എന്താ? വർക്ക് ഹാർഡ്. എന്റെ ലാസ്റ്റ് ഫൈനൽ അറ്റംപ്റ്റിന്റെ മുമ്പ് ഞാൻ എഴുതി വെച്ചൊരു സാധനമാണ്. January 23 or July 23. January 23ലേക്ക് ഇനി എത്ര മാസേ ഉള്ളൂ? 3 മാസേ ഉള്ളൂ. പക്ഷേ ജൂലൈ 23, ജാനുവരി 23 എന്ന് പറഞ്ഞാൽ നവംബറിന്റെ 22 നവംബറിന്റെ റിസൾട്ട് വരുന്ന ഡേറ്റ് ആണത്. എന്ത്? ജാനുവരി 23. ഞാൻ നിങ്ങളോട് ഡ്രീം ചെയ്യാൻ പറഞ്ഞപ്പോ എന്താ നിങ്ങളോട് പറഞ്ഞേ? നിങ്ങൾ ഏത് മാസം പാസ്സാവും? ഓർമ്മയുണ്ടോ? ഇല്ല. ഞാൻ എഴുതി വെച്ചതാണ്. ജാനുവരി 23 പാസ്സാവണോ എന്ന് വെച്ചാൽ
3 മാസം കൂടി കഴിഞ്ഞാൽ നിനക്ക് തീർക്കണോ ഈ പരിപാടി? അതല്ല, 9 മാസം കൂടി നിനക്ക് ഈ ഒരു പരിപാടിയിൽ കണ്ടിന്യൂ ചെയ്യണോ? ഇത് ഞാൻ എവിടെ എഴുതി വെച്ചതെന്ന് കാണണോ? എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? എവിടെയാണ്? ഞാൻ പഠിക്കുമ്പോ ബ്രേക്ക് എടുത്ത് കാണി ഡോർ തുറന്ന് പോവും. അപ്പൊ ഞാൻ എന്നെ ഓർമ്മിപ്പിക്കാൻ എഴുതി വെച്ചതാ. എന്ത് എഴുതി വെച്ചു ഞാൻ? നിനക്ക് ജനുവരി 23 സിഎക്കാരനാവണോ? ഞാൻ എഴുതി വെച്ചു ജനുവരി 23 ഞാൻ ആരായി? സിഎക്കാരനായി. നിങ്ങൾക്കാവണോ? സെറ്റ് യുവർ ഡ്രീംസ്. പക്ഷെ ഡ്രീം എന്തായിരിക്കണം? സ്പെസിഫിക് ആയിരിക്കണം. ചെയ്യാൻ പറ്റുമോ? 1 മണിക്കൂർ ഡ്രീം സെറ്റ് ചെയ്യാൻ വിട്ടോളി നിങ്ങൾ. പക്ഷെ ഡ്രീം എന്തായിരിക്കണം? സ്പെസിഫിക് ആയിരിക്കണം. ചിലപ്പോൾ നമ്മൾ പതറി പോകും. ഞാൻ ഫെയിൽ ചെയ്ത് ഞാൻ നിങ്ങളോട് കാണിച്ചു തന്നിട്ടുണ്ട്. പതറും. അവിടുന്ന് എന്ത് ചെയ്യണം? എണീക്കണം. പരാജയപ്പെട്ട ഒരുപാട് പേരുണ്ട്. പക്ഷേ അവിടുന്ന് എണീറ്റ് വീണ്ടും വിജയിക്കുന്നതാണ് എന്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം അല്ലെ? നിങ്ങൾ എണീക്കണം. ചിലപ്പോൾ നിങ്ങൾ വീണ്ടും പരാജയപ്പെട്ടേക്കാം. പക്ഷെ നിങ്ങളെ തളർത്താൻ പാടില്ല. ഞാന് ഇപ്പൊ സാദിയ മാമിന്റെ ഒക്കെ കൂടി ഞാൻ പഠിച്ചൊരു സമയം ഉണ്ടായിരുന്നു. ഫൈനലിന്റെ സെക്കൻഡ് ഗ്രൂപ്പ്. ഞങ്ങൾ എങ്ങനെയാ പഠിച്ചിരുന്നു അറിയും? നമ്മൾ എത്ര പേരുണ്ടായിരുന്നു? 4 ആൾക്കാരുണ്ടായിരുന്നു. സാദിയ മാമിന്റെ വീട്ടില്, ഞാൻ എന്റെ വീട്ടില്, പിന്നെ ഒരു സുഹാൻ ഉണ്ടായിരുന്നു, ആയിഷ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് വാട്സപ്പ് കോൾ ചെയ്യും. ജസ്റ്റ് ഓണാക്കിടും. ദെൻ ഒരുമിച്ചിരുന്ന് ഒരേ പ്രോബ്ലംസ് ചെയ്യും. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കും. ഞാനിപ്പോ ഈ പ്രോബ്ലമാണ് ചെയ്യണ, എനിക്ക് ഇവിടെ എത്തുമ്പോ കിട്ടണില്ല. അപ്പൊ സാധ്യമായി ഇത് ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അത് എങ്ങനെ കിട്ടിയത്? അത് ഇൻസ്റ്റന്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോകും. ഇവിടെ ആരില്ല? ഞങ്ങൾക്ക് മെന്റേഴ്സ് ഇല്ല. മെന്റർ ആര് കണ്ടെത്തണം? ഞങ്ങൾ കണ്ടെത്തണം. ഇനി നിങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിക്കും. നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന ഒരവസ്ഥ, നിങ്ങൾക്ക് പാസ്സാവാൻ ഇനി എന്താ വേണ്ടത്? ഇതൊരു പെർട്ടിക്കുലർ ടൈമിൽ ഇരുന്നിട്ട് വന്ന സാധനം കേട്ടോ. തോറ്റ് പഠിച്ച് നമ്മൾ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതിന് മാറ്റങ്ങൾ വരുത്തി ലെവലിലേക്ക് എത്തിയതാ. എന്നാൽ നിങ്ങൾക്ക് ഇവിടെ എല്ലാം റെഡിലി അവൈലബിൾ ആണ് അല്ലെ? പഠിക്കാൻ എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നാൽ ആ സബ്ജക്ട് എക്സ്പേർട്ട് ഇവിടെ അവൈലബിൾ ആണ് അല്ലെ? നിങ്ങൾ ഒരു ദിവസം എക്സാം എഴുതണ്ട എന്ന് വിചാരിച്ചാലും പറ്റാത്തൊരവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത് അല്ലെ? അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും നിൽക്കണം അങ്ങനല്ലേ? പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് പാസ്സായിക്കൂടാ? നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നിന്ന് ചിന്തിക്കണം. ഇനി എത്ര ദിവസമാണുള്ളത്? 50 ഡേയ്സ് കൂട്ടിക്കോ. 50 ഡേയ്സ് വെച്ച് വെറും നിങ്ങൾ 10 മണിക്കൂർ ഒരു ദിവസം വെച്ച് കൂട്ടിക്കോ. നിങ്ങൾക്ക് എത്ര മണിക്കൂറുണ്ട്? 500 hours നിങ്ങളുടെ മുമ്പിൽ പഠിക്കാൻ വേണ്ടി മാത്രമുണ്ട്. പാസ്സാവാൻ പറ്റുമോ? ഓരോരുത്തരും പാസ്സാവാൻ പറ്റുമോ? ഇതൊരു ചുമ്മാ എസ് ആയി പോകാൻ പാടില്ല. എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. മനസ്സിലാവുണ്ടോ? ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ ഒരു റിയാലിറ്റിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ എന്നുള്ളതായിരുന്നു എന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞാൻ പൊതുവെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്, നിങ്ങളും നമ്മളൊക്കെ ഒരേ ആൾക്കാരാണ്. എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നേരത്തെ തുടങ്ങിയതുകൊണ്ട് കുറച്ച് മുന്നിലെത്തി, നിങ്ങൾ കുറച്ച് വഴുകി തുടങ്ങിയതുകൊണ്ട് നിങ്ങൾ ആ വഴിയിൽ നടന്നു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഒരു വഴിയിൽ നടന്നു പോകുന്ന ആളുകളാണ്. അപ്പോ ഞാനും ഈ വഴിയിലൂടെ മുന്നേ പോയിട്ടുണ്ട്. ആ പോയ സമയത്ത് എന്റെ കൂടെ വേറെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു.
ഞാൻ മാത്രമല്ലായിരുന്നു, നിങ്ങളുടെ കൂടെ ഇപ്പൊ ഒരുപാട് പേരില്ലേ ഇതേപോലെ എന്റെ കൂടെ എന്തുണ്ടായിരുന്നു, ഒരുപാട് പേരുണ്ടായിരുന്നു. അവരിൽ പലരും ഇപ്പോ എന്റെ ഒപ്പം ഇല്ല. പക്ഷെ ഞാനിപ്പോ മനസ്സിലാക്കണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇപ്പൊ അനുഭവിക്കുന്ന കാര്യങ്ങൾ അവരിപ്പോ അവരുടെ ഞങ്ങൾ രണ്ടുപേരും ഒരേ സമയത്ത് ജേണി തുടങ്ങിയ ആൾക്കാരാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരേ സമയത്ത് ജേണി തുടങ്ങിയ ആളുകളാണ്. ഞാൻ ഇവിടെ എത്തിയ സമയത്ത് ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങളും അവരുടെ ലൈഫിൽ അനുഭവിക്കുന്ന കാര്യങ്ങളും രണ്ടും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് തമ്മിൽ ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞാൻ എന്റെ ഡ്രീമിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്തു, അതിലേക്ക് എത്താൻ വേണ്ടി ഞാൻ എക്സ്ട്രാ എഫേർട്ട് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. എന്നെക്കോളും പഠിക്കാനും ബുദ്ധിയും അതേപോലെ തന്നെ പഠിക്കാന് നല്ലോണം കഴിവുള്ള ആളുകൾ ഇപ്പോഴും എത്താതെ നിൽക്കുന്നുണ്ട്. എന്ത് മാത്രമേ ഇവിടെ പ്രശ്നമുള്ളൂ? എന്ത് മാത്രമാണ് പ്രശ്നം? ഒന്നുകിൽ നിങ്ങൾക്ക് ആരാവാം, മെസ്സി ആവാം. ഒന്നുകിൽ നിങ്ങൾ മെസ്സി ആവാം എന്ന് വെച്ചാൽ നിങ്ങൾ ബോൺ വിത്ത് ടാലന്റ് ആയിരിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾ എന്തായിരിക്കണം? ആരെ പോലെ ആയിരിക്കണം? റൊണാൾഡോനെ പോലെ ആയിരിക്കണം. നിങ്ങൾ നിങ്ങളെ ട്രെയിൻ ചെയ്ത് നിങ്ങളതിൽ വർക്ക് ചെയ്ത് നിങ്ങൾ ടാലന്റ് ക്രിയേറ്റ് ചെയ്യണം. ടാലന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? അവൻ പറ്റുമോ? പറ്റും. നിങ്ങളതിൽ ഇല്ലാത്ത എന്ത് സാധനമാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ചില ആളുകൾക്ക് തിയറി പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ചില ആളുകൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ തിയറിയും പ്രോബ്ലവും പഠിക്കാതെ CA പാസ്സാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? തിയറി ഒക്കെ ഒഴിവാക്കുക, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവര്. അതെന്താ ചെയ്യാം? അല്ല, നമുക്ക് ഇല്ലാത്ത സ്കില്ല് നമ്മൾ എന്ത് ചെയ്യണം? ലേൺ ചെയ്യണം. എങ്ങനെയാണ് സ്കില്ല്, എങ്ങനെയാണ് നമ്മൾ തിയറി സബ്ജക്ട് പഠിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ലേൺ ചെയ്യണം. ഇനി തിയറി പഠിക്കാൻ നല്ല ഈസി ആയിട്ടുള്ള ഒരാളോട് ചോദിച്ചോളൂ, അയാൾ ചെയ്യുന്ന പരിപാടി എന്താ? കാണാതെ പഠിക്കാം. പക്ഷെ അതിനോട് കൂടെ കൺസെപ്ഷ്യൽ ആയിട്ട് കണക്ട് ചെയ്തിട്ട് കാണാതെ പഠിക്കും. നിങ്ങളും ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാം. എന്നിട്ടും നിങ്ങൾക്ക് ആ സ്കില്ല് ഡെവലപ്ഡ് ആവുന്നില്ലെങ്കിൽ ഇവിടെയുള്ള മെന്റേഴ്സിനോട് ചോദിച്ചോളാം, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, എന്താണ് ഞാൻ മാറ്റം വരുത്തേണ്ടത്? ചോദിക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ലെവലിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഞാൻ ഇപ്പൊ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ടല്ലോ, ഇതിനൊക്കെ വേണ്ടി ഞാൻ ഫോട്ടോ എടുത്തല്ലോ. ഞാൻ എൻ്റെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ പഠിച്ചൊരു സമയമല്ലായിരുന്നു. ആ ഒരു സമയമാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ പാസ്സായ അറ്റംപ്റ്റിൽ സെക്കൻഡ് ഗ്രൂപ്പിൽ SCMP ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഡിപ്രഷൻ അനുഭവിച്ച സമയമാണ്. ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് ഫൈനലിന്റെ സെക്കൻഡ് ഗ്രൂപ്പ് എക്സാം എഴുതി കഴിഞ്ഞു. ഫസ്റ്റ് എക്സാം SCMP എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ട്, പോസ്റ്റിംഗ്. ആ എക്സാം എഴുതി ഞാൻ എക്സാം ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് ആദ്യത്തെ ഡൗട്ട് അടിച്ചു. ഞാൻ അന്ന് സ്റ്റാൻഡേർഡ് പോസ്റ്റിംഗ് നല്ല വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് അതിൻ്റെ ഒരു നോട്ട്, ഞാൻ ഉണ്ടാക്കിയൊരു നോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ സാധ്യ മാമിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പാസ്സായി എന്നുള്ളത്. ഒരു സിംഗിൾ പേജിൽ മൊത്തം സ്റ്റാൻഡേർഡ് പോസ്റ്റിംഗ് എഴുതിയിട്ട് ഞാൻ ഒരു നോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാ എക്സാമിനും 10 മാർക്കിന് സ്റ്റാൻഡേർഡ് പോസ്റ്റിംഗ് ചോദിക്കും. അതുകൊണ്ട് ഞാൻ ആ ചാപ്റ്റർ പഠിക്കാൻ തീരുമാനിച്ചു, പഠിച്ചു. പക്ഷേ ഈ സ്റ്റാൻഡേർഡ് പോസ്റ്റിംഗിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് ബഡ്ജറ്റിംഗ് എന്നാണോ എന്ന് ഡൗട്ട് തോന്നിക്കത്ത രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. രണ്ടിന്റെ സ്ട്രക്ചർ സെയിം ആയിരിക്കും. എക്സാമിന്റെ പേപ്പറിന്റെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ അതായിരുന്നു. ഞാനത് വിചാരിച്ചു ബഡ്ജറ്റിംഗ് എന്നാണ്. ബഡ്ജറ്റിംഗ് ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാം ആണെന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ആദ്യം വന്നിട്ടോ അതുവരെ എനിക്ക് ഡൗട്ട് ഇല്ല. ഞാൻ നിങ്ങളോട് പറയാം, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അരച്ച് കലക്കി ഞാൻ കുടിച്ചിട്ടുണ്ട്. ഞാൻ ആ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് റീഡ് ചെയ്ത് നോക്കി. ആദ്യത്തെ കിളി പോയി. അത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ്. എത്ര മാർക്കാണ്? 10 മാർക്ക്. അപ്പൊ പിന്നെ അടുത്ത സംശയം വന്ന്, ഫസ്റ്റത്തെ കമ്പൽസറി ക്വസ്റ്റ്യൻ ഉണ്ടാവും 20 മാർക്കിന്റെ ഇല്ലേ? അതില് ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതി പോയത്? ഒരു ഡൗട്ട്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ എടുത്ത് നോക്കി. എനിക്ക് മനസ്സിലായി അടുത്ത കിളി പോകുന്നു. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയില്ല, ബാഗ് മടക്കി വെച്ച് ഞാൻ ബൈക്ക് എടുത്ത് വീട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കൊണ്ട് കഴിയണില്ല ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാതിരിക്കാൻ. വണ്ടി സൈഡാക്കി
അന്ന് കോട്ടക്ക അവിടെയാണ് എക്സാമ്പിൾ വീട്ടിൽ പോകണം. വണ്ടി സൈഡാക്കി പേപ്പർ എടുക്കാനുള്ള ടെൻഡൻസി വന്ന്. എനിക്കറിയാലോ പേപ്പർ നോക്കാൻ പാടില്ല എന്ന്. ഞാൻ കീറിയിട്ടു, റോഡ് സൈഡിൽ ഞാൻ കീറിയിട്ടു പേപ്പർ. എന്നിട്ട് വീട്ടിൽ എത്തി. അടുത്ത ലോന്റെ എക്സാം. വീട്ടിലെത്തിയിട്ട് ഒരു മനസ്സമാധാനമില്ല. അടുത്ത പരിപാടി എന്താ? ടെലഗ്രാം എടുക്കണം, ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് ഞാന് മാർക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. നാളെ എക്സാം ഉണ്ട്, ഫൈനലിന്റെ എക്സാമാണ് നാളെ. എക്സാം ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. എനിക്ക് എന്നിട്ട് ടെൻഷൻ അടിച്ച് അങ്ങേയറ്റത്തേക്ക് എത്തി. ഞാൻ ഓൺലൈനിൽ യൂട്യൂബിൽ ഞാൻ വീഡിയോ കണ്ട എല്ലാ ടീച്ചേഴ്സും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു, സർ ഞാൻ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്, ഇതിനെനിക്ക് മാർക്ക് കിട്ടുമോ? ആരും റിപ്ലൈ തന്നില്ല. എനിക്കാണെങ്കിൽ അടുത്ത പേപ്പർ എടുത്ത് നോക്കാനും വയ്യ. എനിക്കറിയാം ഇതുകൊണ്ട് ഒരു കാര്യമില്ല എന്ന് എനിക്കറിയാം, പക്ഷെ എന്നെ കൊണ്ട് കഴിയില്ല. അവസാനം ഒരു സാർക്ക് റിപ്ലൈ തന്നു, അത് പ്രശ്നമില്ല, ഇവിടുത്തെ സാറുമാരാണ്, നോർത്ത് ഇന്ത്യയിലുള്ള സാറുമാരാണ്, അത് പ്രശ്നമില്ല, അടുത്ത എക്സാമിൽ ഫോക്കസ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട്. നമ്മളെ കൊണ്ട് കഴിയാൻ ഫോക്കസ് ചെയ്യാനേ ഇല്ല. ഞാൻ എന്ത് ചെയ്തു? ഭക്ഷണം കഴിച്ചിട്ട്, എനിക്കതിന് അങ്ങനെ ഒരു ഭാഗ്യം കേട്ടോ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും 2 കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഒന്ന്, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക. രണ്ടാമത്തത്, നന്നായിട്ട് ഉറങ്ങാം. അത് ഏത് സംഭവമാണെങ്കിലും, ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ പ്രശ്നമാണെങ്കിലും ഈ 2 കാര്യങ്ങൾ എന്നെ കൊണ്ട് കഴിയും. അത് എന്റെ ലൈഫിലെ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല എന്താണ് എന്താ പറയാ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പല ആളുകൾ ഉറങ്ങാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. അത് ഭയങ്കര ഡേഞ്ചർ സംഭവമാണ്. ഞാൻ ഉറങ്ങി എണീറ്റു, അടുത്തത് വേണ്ടി പ്രിപ്പയർ ചെയ്തു. ആ ലോന്റെ എക്സാമിന് എനിക്ക് എക്സംഷൻ കിട്ടിയിരുന്നു. റിസൾട്ട് വന്നപ്പോൾ SCMP എനിക്ക് 40 മാർക്ക്. SCMP എനിക്ക് 40 മാർക്ക്. ഞാൻ അറ്റംപ്റ്റ് പാസ്സായി. ആ സെക്കൻഡ് ഗ്രൂപ്പ് ഞാൻ അറ്റംപ്റ്റ് പാസ്സായി. നമുക്ക് എക്സാം എഴുതുമ്പോൾ ചില റിയലൈസേഷൻസ് ഉണ്ടാവുമല്ലോ. എലക്റ്റീവ്, ഇങ്ങനെ കുറെ സാധനങ്ങൾ. അതേമാതിരി വേറെ ഒരു എക്സാമിന് മുമ്പ് നമുക്ക് തോന്നിയ കാര്യം, അതിനുശേഷം തോന്നുന്ന കാര്യം. എക്സാമിന് നമുക്ക് ഓരോ സബ്ജക്റ്റിന്റെ എക്സാം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഈ സബ്ജക്റ്റ് ഇങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരുന്നു എന്ന് തോന്നുമല്ലോ. ഞാൻ അപ്പോൾ അത് പോയിട്ട് എഴുതി നോക്കുന്നിട്ട് റൂമിൽ സ്റ്റിക്ക് ചെയ്ത് നോക്കും. ഇതിപ്പോ എനിക്ക് എന്താ മനസ്സിലാവുന്നത്? വെറുതെ ഒന്നും കിട്ടൂല. നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് വർക്ക് ചെയ്യണം. വർക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? സാധനം കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറച്ച് ഹാബിറ്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ പിന്നീട് വേറൊരു കാര്യം കൂടി കേട്ടോ. ഞാനിപ്പോ ഇത് പറയണതൊക്കെ നിങ്ങൾ കേൾക്കാനുള്ള കാരണം എന്താ? ഞാൻ CA കാരനായതുകൊണ്ടാണ്. ഞാൻ എപ്പോഴും പാസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരാളോട് പറയണേ, ഞാൻ ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ മിസ്റ്റേക്കുകൾ വരും. അതിനെന്താ എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫെയിലിയറിന്റെ സ്റ്റോറി മറ്റുള്ളവർ കേൾക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സക്സസ്ഫുൾ ആവണം. നിങ്ങൾ എത്ര തവണ ഫെയിലായോ? ഞാൻ എത്രയോ തവണ ഫെയിൽ ആയതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് അതിൽ നിന്ന് വല്ലതും എടുക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാ? അറ്റ് ദ എൻഡ് ഞാൻ പാസ്സായതുകൊണ്ടാണ്. ഇതില്ലായിരുന്നെങ്കിൽ ഒരുപാട് ഫെയിലിയർ നടന്ന ആളുകളുടെ കഥയിൽ ഒരു കഥ മാത്രമായിട്ട് എന്നത് മാറുമായിരുന്നു. എന്റെ കഥകൾ കേൾക്കാൻ ആരുണ്ടാവില്ലായിരുന്നു. നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ വേണോ? ഇനി ഇപ്പൊ ഇന്റർ ഫെയിലായ ആൾക്കാര് നാളെ വന്നിട്ട് പറയാം, അന്ന് ഞാൻ എക്സാം ഫെയിലായത് ഇന്നത് കൊണ്ടായിരുന്നു എന്ന് പറയുന്നത് കേൾക്കാൻ ഒരു 100-150 കുട്ടികളോ നിങ്ങളുടെ മുമ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് എഴുന്നേൽക്കണം, മുന്നോട്ട് നടന്നിട്ട് പാസ്സാവൂലേ? ഞാൻ വെറും ഇന്റർ ക്വാളിഫിക്കേഷൻ അല്ല ഞാൻ നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യണത്. എല്ലാവരും ഫ്യൂച്ചർ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്. നിങ്ങളുടെ എഴുതി വെക്കണം CA. നിങ്ങളുടെ ഓരോരുത്തരുടെ പേരും നിങ്ങളുടെ ബുക്കിൽ എഴുതി വെക്കണം. കാണണം നിങ്ങൾ ആരാണ്? ഫ്യൂച്ചർ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്. റെഡി അല്ലേ? യെസ്.
ഞാൻ പാസ്സായി കഴിഞ്ഞു. ഞാൻ നിങ്ങളോട് പറഞ്ഞു വലിയൊരു വിശാലമായ മരുഭൂമിയിൽ അകപ്പെട്ട പോലെ തോന്നി. എന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന 3 ഓപ്ഷൻസ് ഏതൊക്കെയായിരുന്നു? ഒന്ന് ടീച്ചിങ്. ഞാൻ എന്റെ നമ്മളുടെ ഇന്റർമീഡിയറ്റ് കഴിഞ്ഞോ പാസ്സായ ഉടനെ തന്നെ ഞാൻ ക്ലാസ് എടുക്കാൻ കയറിയിട്ടുണ്ട്. ഇന്റർമീഡിയറ്റ് ഫൗണ്ടേഷൻ ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ ഒരു 4 വർഷത്തോളം ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ദെൻ ഇത് ക്ലാസ്സും പഠനവും കൂടി ഒരുമിച്ച് പോകില്ല എന്ന് ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് ഞാൻ അത് വെറും പഠനം എന്നുള്ള രീതിയിൽ മാറ്റി. അവിടെ നമ്മുടെ 1 വർഷം കൊണ്ട് 1.5 വർഷം കൊണ്ട് ഞാൻ ഫൈനൽ പാസ്സായി. ഈ പാസ്സായ കഴിഞ്ഞ ഉടനെ എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു ഒന്ന്, ഞാൻ പാഷനേറ്റ് ആയിട്ട് കാണുന്ന ടീച്ചിങ് വേണം. ദെൻ ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യണോ, അതല്ല ഒരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യണോ എന്നുള്ളത്. അപ്പൊ ഞാൻ ഇത് ഡിസൈഡ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്ത സാധനം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്റെ CV ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ നോക്കി. എന്റെ CV ഞാൻ പ്രിപ്പയർ ചെയ്യാൻ നോക്കി. CV-യിൽ എന്തെഴുതും? ഞാൻ ഇന്ന അറ്റംപ്റ്റ് ഇങ്ങനെ തോറ്റിട്ട് ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. എഴുതാൻ പറ്റുമോ? ഇല്ല. എനിക്കൊന്നും എഴുതാനില്ലായിരുന്നു. ഞാൻ ആർട്ടിക്കിൾഷിപ്പ് ചെയ്ത 2 വർഷം അല്ലാതെ പിന്നെ എന്റെ ടീച്ചിങ് എക്സ്പീരിയൻസ് ആണ്. ടീച്ചിങ് എക്സ്പീരിയൻസ് എവിടെയും കൗണ്ട് ചെയ്യില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കി, എനിക്ക് എന്തെങ്കിലും ഒരു സാധനം എന്റെ CV-യിൽ എഴുതാൻ വേണം. അതിൽ നമുക്ക് ആസ് എ CA, ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, നമുക്ക് നമ്മുടെ CV-യിൽ എഴുതാൻ ഏറ്റവും കനമുള്ള കാര്യം എന്താ? ഏറ്റവും വെയിറ്റ് ഉള്ള കാര്യം എന്താ? ഒരു ബിഗ് 4-ൽ ജോയിൻ ചെയ്യാന്നുള്ളതാണ്. നെക്സ്റ്റ് എന്റെ ലക്ഷ്യം ഞാൻ വെച്ചു, എനിക്കൊരു ബിഗ് 4 ഒക്കെ ആയണം. ഞാൻ അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ അനലൈസ് ചെയ്തു. അതിലേക്കൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പോകുന്നില്ല. വർക്ക് ചെയ്തു. ക്യാമ്പസ് പ്ലേസ്മെന്റിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് എല്ലാം പോയി. ഒരൊറ്റ ഓപ്ഷൻസ് മാത്രമായി മാറി PWC. എൻ്റെ മുമ്പിൽ അത് മാത്രമേ ഉള്ളൂ ഓപ്ഷനായിട്ട്. കാരണം ഞാൻ ഒരുപാട് അറ്റംപ്റ്റുകൾ എടുത്തതുകൊണ്ട് അല്ലാതെ ക്യാമ്പസ് പ്ലേസ്മെന്റ് അല്ലാതെ ബിഗ് 4-ലേക്ക് എത്തിപ്പെടാൻ എനിക്ക് പറ്റില്ലായിരുന്നു. ഞാൻ അതിനു വേണ്ടി വർക്ക് ചെയ്തു. ഇന്റർവ്യൂ ഞാൻ ക്രാക്ക് ചെയ്തു. ഞാൻ എവിടെ ജോയിൻ ചെയ്തു? PWC ഞാൻ ജോയിൻ ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ നാട്ടിൽ നിന്ന് ആദ്യത്തെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് ഞാൻ. എനിക്ക് എവിടെ വരെ എത്താൻ പറ്റി? ബിഗ് 4 വരെ എത്താൻ പറ്റി. അവിടെ ഞാൻ വർക്ക് ചെയ്തു. ഒരു 2 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തു. ഒരു അറൌണ്ട് 2.5 ഇയേഴ്സോളം ഞാൻ വർക്ക് ചെയ്തു. അപ്പൊ ഞാൻ റിയലൈസ് ചെയ്തു, ഇതല്ല എന്റെ സ്ഥലം. എന്റെ സ്ഥലം ഞാൻ ഇപ്പൊ നിൽക്കുന്ന സ്ഥലം എന്ത്? ടീച്ചിങ്. കുട്ടികളോട് സംസാരിക്കുക, ഇന്ററാക്ട് ചെയ്യുക, അവരുടെ ഒരു വിജയത്തിന്റെ പാർട്ടാവുക. ഞാനത് ഒഴിവാക്കി. ലാസ്റ്റ് കഴിഞ്ഞ ജനുവരിയിലാണ് ഞാൻ ഒഴിവാക്കിയത്. ഫെബ്രുവരി മുതൽ ബാക്ക് ടു ടീച്ചിങ്. അപ്പൊ ഞാൻ ടീച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വരുന്നു. ഇങ്ങനെ ഒരു അവസരം ഉണ്ടെന്ന് ഷാദിയ മാം വിളിച്ചു പറഞ്ഞപ്പോൾ ഓക്കെ, എന്നാൽ അതൊന്ന് ഗ്രാബ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സെക്ഷൻ ഒരു ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലേ? അല്ലേ? യെസ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു Q&A സെക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. എന്ന് വെച്ചാൽ, നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ, ഡൗട്ടുകൾ, എന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ, സബ്ജക്ട് റിലേറ്റഡ് ഒന്നുമല്ല, ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പറഞ്ഞതിലോ നിങ്ങൾ ഫേസ് ചെയ്യുന്ന വല്ല ബുദ്ധിമുട്ടുകളോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, അതെങ്ങനെ ഓവർകം ചെയ്യാം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ചോദിക്കാം. അത്യാവശ്യമൊക്കെ പ്രിപ്പയർ ചെയ്തു. ഫസ്റ്റ് എക്സാംസ് വരുമ്പോൾ എന്റെ കയ്യിൽ പോയി. അപ്പൊ ബാക്കി 2 സബ്ജക്റ്റിനാണ് അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ അഗ്രഹിക്കാൻ പോയി. സെക്കൻഡ് അറ്റംപ്റ്റ് PTക്ക് പ്രിപ്പയർ ചെയ്ത് അതിലും ഇതേപോലെ ഒരു സബ്ജക്ട് പോയി 146 വരെ എത്തി. തേർഡ് അറ്റംപ്റ്റിനും അഗ്രഹിക്കാൻ തന്നെ പോയി. ഓരോ തവണ വെച്ച് പറയുമ്പോഴും കിട്ടിയില്ല എന്ന് മാത്രം പറയാറുണ്ട്. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അന്ന് 4 പേപ്പർ ഉണ്ടാവും. 200 മാർക്കാണ്. ഒരു അറ്റംപ്റ്റിൽ എനിക്ക് കിട്ടി 193. നെക്സ്റ്റ് അറ്റംപ്റ്റില് 6 മാസം ഞാൻ പഠിച്ചു, 194. അടുത്ത അറ്റംപ്റ്റ് 198 ആണെന്ന് തോന്നുന്നു. പാസ്സായില്ല. ഒരു വിഷയം പോലും എക്സംഷനും ഇല്ല. വീണ്ടും എന്ത് ചെയ്തു? എഴുതി പാസ്സായി പോയി. ഞാൻ അതാണ് നിങ്ങളോട് പറഞ്ഞത്. ഞാൻ മല കയറിയപ്പോ പല തവണ ഞാൻ വീണിട്ടുണ്ട്.
വീണ് അങ്ങേ അറ്റത്തേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരേ ഒരു ഡ്രീമേ ഉള്ളായിരുന്നു, പാസ്സാവുക എന്നുള്ളത്. ഞാൻ ഈ പരിപാടി നിർത്തിയിട്ട് ഗൾഫ് പോകാൻ വിചാരിച്ച ആളാണ്. എൻ്റെ വീട്ടിൽ പറഞ്ഞു, നിജമുദ്ദീനെ എന്നെ കുഞ്ഞോനെ എന്നാ വിളിക്കാട്ടോ. എൻ്റെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ഓരോ അറ്റംപ്റ്റ് കഴിയുമ്പോഴും വരും പറയും, അല്ല നമ്മുടെ നാട്ടിൽ ഇത് ആർക്കും കിട്ടിയിട്ടില്ല, ഇപ്പൊ കുറെ കാലമായിട്ട് വീട്ടിൽ നിൽക്കുന്നുണ്ട്, മരങ്ങനെയുള്ള പറയാം അല്ലേ, വേറെ എന്തെങ്കിലുമൊക്കെ നോക്കിക്കൂടെ. നമ്മൾ ഒരു തവണ നമുക്ക് നമ്മുടെ ഡ്രീമിന് വേണ്ടി നിൽക്കാം, രണ്ടാമത്തെ തവണ നിൽക്കാം, മൂന്നാമത്തെ തവണ വീണ്ടും നമ്മൾ ഫെയിൽ ആവുമ്പോൾ നമ്മൾ ഡൗട്ട് അടിക്കും. ഞാൻ ഗൾഫിൽ പോകാൻ നോക്കി, വിസയ്ക്ക് വേണ്ടി ഒരാളെ അപ്രോച്ച് ചെയ്ത്, അയാൾ ഒരു നല്ല മനുഷ്യനായിരുന്നു. അയാൾ എന്നോട് പറഞ്ഞു, നീ ഇപ്പൊ പഠിക്കേണ്ട പ്രായം, എൻ്റെ മക്കളുണ്ട് ഡോക്ടർമാര്, അവര് പഠിച്ചു കിട്ടിയില്ല, ഡോക്ടറായി കഴിഞ്ഞ് അവർ MBBS കഴിഞ്ഞ പിന്നെ അവർക്ക് ഫർദർ ആയിട്ട് സ്റ്റഡീസ് ഒക്കെ നടത്തണമല്ലോ, അത് ചെയ്യാതെ അവർ ഗൾഫിൽ പോയി 2 വർഷം വർക്ക് ചെയ്ത് ഇപ്പൊ അവർക്ക് തിരിച്ചു വരണം, എന്നിട്ട് ഓരോ ഫർദർ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യണം. അവരെ കൊണ്ട് പറ്റുന്നില്ല. ആ ഒരു അവസ്ഥ എൻ്റെ മോന് വരരുത്, ഈ പോയിരുന്ന് പഠിക്ക്, എന്നിട്ട് നീ നിനക്ക് ഒട്ടും നടക്കണില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് പോകാൻ അയാൾ എന്നോട് പറഞ്ഞു. ഞാൻ അയാൾ വാക്കിന് വാല്യൂ കൊടുത്തു. ഞാൻ അടുത്ത അറ്റംപ്റ്റ് എഴുതി, ഞാൻ 2 അറ്റംപ്റ്റ് ഫൈനലിൽ 2 അറ്റംപ്റ്റ് എഴുതിയിട്ടാണ് ഞാൻ അയാൾ പുറത്തേക്ക് പോകാൻ നിൽക്കുന്നത്. ഈ 2 അറ്റംപ്റ്റ് എപ്പോഴാണെന്ന് മനസ്സിലാക്കണേ, ഞാൻ ടീച്ചിങ് നടത്തിക്കൊണ്ടിരുന്നപ്പോഴും അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാൻ ഇരുന്നിട്ടാണ് ഞാൻ 2 അറ്റംപ്റ്റ് എടുക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഇത് കേൾക്കുന്നതും ഗൾഫിൽ പോകാൻ വേണ്ടി വിചാരിക്കുന്നത്. ആ അറ്റംപ്റ്റിൽ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ഒരു അറ്റംപ്റ്റ് ചെയ്തു. ആ അറ്റംപ്റ്റിൽ സെക്കൻഡ് ഗ്രൂപ്പ് പാസ്സായി, പിന്നെ ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സായി. എന്ന് വെച്ചാൽ ലൈഫിൽ നമുക്ക് ഇതുപോലെ നമ്മളെ സേവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് എന്ത് ചെയ്യും, വരും. നിങ്ങൾ എന്ത് ചെയ്യാം, അതിനുവേണ്ടി വർക്ക് ചെയ്യാം. വേറെ എന്തെങ്കിലും അറിയണ്ടോ? ഞാനിപ്പോ 5ാമത്തെ അറ്റംപ്റ്റ് എടുക്കാൻ പോണേ, ഫസ്റ്റ് ഗ്രൂപ്പ്. ഒരു ഡിഗ്രി പോലും ഇല്ല, അത് പേടിയിട്ട്. ഞാൻ ആദ്യമായിട്ട് CA കോഴ്സിനെ പറ്റി കേൾക്കുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞൊക്കെ. 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് അറിയണ്ടാവും, നമുക്ക് ട്രെയിനിങ്ങിന് ചില ടീച്ചേഴ്സ് വരും. എല്ലാവർക്കും വരുന്നുണ്ടാവും ഇല്ലേ? ഈ ട്രെയിനിങ്ങിന് ടീച്ചേഴ്സ് വരുമ്പോൾ അവരൊന്നും കൂടി എനർജറ്റിക് ആയിട്ടുള്ള പുതിയ തലമുറയുടെ ആൾക്കാരെ കാണും. നമുക്കൊക്കെ ഓർമ്മയില്ലേ, നല്ല ചെക്കന്മാര് വരും ക്ലാസ് എടുക്കാന് ഇല്ലേ, വരും. അതേമാതിരി നമ്മൾ കുറച്ച് നമ്മൾ പഴയ ടീച്ചേഴ്സ് ആണെന്നതിൽ ഒന്നും കൂടി പുതിയ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ടീച്ചേഴ്സ് വരും. അതിലൊരു ടീച്ചറാണ് ഈ ഒരു CA കോഴ്സ് ഉണ്ട് എന്നുള്ളത് ഞാൻ അറിയണത്. അങ്ങനെ അന്ന് മുതൽ ഞാൻ ആ കോഴ്സിനെ പറ്റി അറിഞ്ഞു. ഞാൻ ആ കോഴ്സിനെ പറ്റി അന്വേഷിച്ചു. ഓക്കെ, ഞാനത് പോവാം എന്ന് തീരുമാനിച്ചു. എന്നാണ് നോക്കണം, 10ാം ക്ലാസ്സിന്റെ തുടക്കത്തിൽ. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് +1 +2 എന്നോട് നിങ്ങൾക്ക് ആരാവാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എനിക്കൊരു CA കാരനാവണം. വേറെ മറിച്ചും തിരിച്ചും ഞാൻ ചിന്തിച്ചിട്ടില്ല, CA കാരനാവണമെന്ന് ചിന്തിച്ചിട്ടുള്ളൂ. +2 കഴിഞ്ഞു. ഞാൻ നാട്ടിലെ ആളുകളോട് ഞാൻ ചോദിച്ചു, അന്ന് CA കാരെയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമാണ്. +2 കഴിഞ്ഞിട്ട് CA പോകണോ, ഡിഗ്രി കഴിഞ്ഞിട്ട് CA പോകണോ എന്നുള്ളത് സ്വാഭാവികമായിട്ടും കിട്ടുന്ന റിപ്ലൈ ഡിഗ്രിക്ക് പോയിക്കോ. ഡിഗ്രിക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും ഉണ്ടാവില്ല, CA ഉണ്ടാവില്ല. അവർക്ക് ഉറപ്പാണ് CA എന്തായാലും ഇല്ല, ഡിഗ്രിക്ക് പോയില്ലെങ്കിൽ അതും ഇല്ല. ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്തു, അതും കേട്ട് ഡിഗ്രിക്ക് പോയി. 3 വർഷം ഡിഗ്രി ചെയ്തു. എന്നിട്ടാണ് ഞാൻ എവിടേക്ക് വന്നത്, CA കോഴ്സിലേക്ക് വന്നിട്ടുള്ളത്. അവിടുന്ന് അങ്ങോട്ട് ഒരുപാട് വർഷങ്ങൾ എനിക്ക് എടുക്കേണ്ടി വന്നു ഈ ഒരു കോഴ്സ് പാസ്സാവാൻ വേണ്ടിയിട്ട്. നിങ്ങൾ +2 കഴിഞ്ഞിട്ട് വന്നല്ലേ അല്ലേ? എത്ര അറ്റംപ്റ്റ് എടുത്തു? 5 അറ്റംപ്റ്റ്. ഒന്നും പേടിക്കണ്ട, അടുത്ത അറ്റംപ്റ്റിൽ ക്ലിയർ ആവുക. നിങ്ങൾ എത്ര ദൂരം ഓടി എന്നുള്ളത് നിങ്ങൾ ഇനി മാറ്റർ ചെയ്യുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ ഒരിക്കലും അപ്പുറത്തുള്ള ഒരാളെ വെച്ച് കമ്പയർ ചെയ്യാൻ പോണ്ട. നിങ്ങളുടെ കൂടെ കോഴ്സ് തുടങ്ങിയ ആൾക്കാർ ഫൈനൽ പാസ് ആയിക്കോട്ടെ, നിങ്ങൾ കമ്പയർ ചെയ്യണ്ട. കാരണം എന്താ, നമ്മളെ സിറ്റുവേഷൻ വേറെയാണ്, അവരുടെ സിറ്റുവേഷൻ വേറെയാണ്. നമ്മൾ വരുന്ന എൻവയോൺമെന്റ് വേറെയാണ്, അവര് വരുന്നത് വേറെയാണ്. നമുക്ക് നമ്മുടെ പേസ് മതി, അവർക്ക് അവരുടെ പേസ് മതി. ഒരിക്കലും ഒരു നിമിഷം പോലും നിങ്ങൾ കമ്പയർ ചെയ്യാൻ പോകരുത്. നിങ്ങൾ എപ്പോഴും തിങ്ക് ചെയ്യേണ്ട എന്താ, എനിക്ക് ഇന്നലത്തെക്കാൾ ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും, അത് തിങ്ക് ചെയ്താൽ മതി.
5 അറ്റംപ്റ്റ് പോയിക്കോട്ടെ. എനിക്ക് ഞാനെന്ത് പറയാം, 3 അറ്റംപ്റ്റ് പോയ സമയത്ത് ഞാൻ എന്താ ചെയ്തിട്ടായിരുന്നു അറിയാം, 3 അറ്റംപ്റ്റിലെയും മാർക്കുകൾ ലിസ്റ്റ് ചെയ്തു. എന്നിട്ട് എന്താണ് എന്റെ പ്രശ്നം എന്ന് ഞാൻ അങ്ങോട്ട് മനസ്സിലാക്കി. എന്നിട്ട് ഞാൻ അതിൽ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. നമ്മൾ അനലൈസ് ചെയ്യാം. ഇതൊന്നും ഒരാൾ ചെയ്തിട്ടില്ല. നമ്മൾ വേണം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത അറ്റംപ്റ്റ് കിട്ടൂലേ? നീ സ്വപ്നം കാണാൻ തുടങ്ങിക്കോ അടുത്ത അറ്റംപ്റ്റ് പാസ്സാവണത്. ഞാൻ പറഞ്ഞ പോലെ എന്നും അടുത്ത അറ്റംപ്റ്റ് ഈ പാസ്സാവും, ഉറപ്പാണ്. എന്നിട്ട് എന്നെ വിളിക്കൂലേ? ഒരുപാട് ഞാൻ ഇത്രത്തോളം അറ്റംപ്റ്റ് എടുത്ത ആളുകളുടെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നിങ്ങൾ വിചാരിക്കേണ്ട കാര്യം എന്താണ്? കഴിഞ്ഞു, ഇനി ഒരു 50 ദിവസം ഉണ്ട്. എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, വീട്ടിൽ ഞാൻ പോണില്ല, പഠിക്കാം. ഇരുന്നിട്ടുണ്ട് പഠിക്കാം. പാസ്സാവാൻ പറ്റും. എനിക്ക് പാസ്സാവാൻ പറ്റുമോ? നിങ്ങൾക്കും പാസ്സാവാൻ പറ്റും.